Hi guys, welcome back to my YouTube channel. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് കോർട്ട് ഇൻ ഇന്ത്യ എന്നതിനെ പറ്റിയാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. There are three different levels of court in our country. There are several courts at a lower level, while there is only one of the apex level, the court that most people interact with, what are called sub-oriented or district court. മൂന്ന് തരത്തിലുള്ള കോർട്ടാണ് നോർമലി ഒരു കൺട്രിയിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ്, കോമൺ പീപ്പിൾസ് ആയിക്കോട്ടെ, ഹയർ പീപ്പിൾസ് ആകുമ്പോൾ ഫസ്റ്റ് എവിടെ ആയിരിക്കും നമ്മൾ പോകുന്നത്? നമ്മുടെ സബ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോർട്ട്, നമ്മളൊരു ഡിസ്ട്രിക്റ്റ് ഉള്ളൊരു കോർട്ടിലായിരിക്കും നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് അല്ലേ. These are usually at the district of a Tehsil level in the town. They hear to many kinds of cases. Each state is divided into district. എല്ലാ സ്റ്റേറ്റിനും ഓരോ ഡിസ്ട്രിക്റ്റ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിൽ എന്തായിരിക്കും ഓരോ ലോക്കലായിട്ടുള്ള, നോട്ട് ലോക്കൽ, സോറി ഫോർ ദാറ്റ്, ഓരോ ഡിസ്ട്രിക്റ്റ് ലെവലിലുള്ള കോർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് കേസുമായാലും നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ ആദ്യം പോകുന്നത് എന്ത് തന്നെയായിരിക്കും? നമ്മുടെ ഡിസ്ട്രിക്ട് കോർട്ടിലോട്ടായിരിക്കും. സോ ഈച്ച് സ്റ്റേറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിസ്ട്രിക്ട് ദാറ്റ് ആർ പ്രിസർവ്ഡ് ഇൻ ഓവർ ബൈ ദ ഡിസ്ട്രിക്ട് ജഡ്ജ്. ഡിസ്ട്രിക്ട് ജഡ്ജ് ആയിരിക്കും നമ്മുടെ തീർപ്പ് എല്ലാം തന്നെ പറയുന്നത്. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വിധി അല്ലെങ്കിൽ ആ ഒരു അപ്പീൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ മാത്രമേ നമ്മൾ ഹയർ ലെവലിലോട്ട് പോകത്തുള്ളൂ. ഓക്കെ, അടുത്ത എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, അടുത്തൊരു ഗ്രാഫാണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു കോർട്ടിൻ്റെ ഒരു സ്ട്രക്ചർ പോലെയാണ് കൊടുത്തേക്കുന്നത്. ഒരു ഹൊറിസോണ്ടൽ പോലെ ഒരു ഇത് സ്ട്രക്ചറാണ്, ഷേപ്പാണ് കൊടുത്തേക്കുന്നത്. ദ സ്ട്രക്ചർ ഓഫ് ദ കോർട്ട് ഫ്രം ദ ലോവർ ടു ദ ഹയസ്റ്റ് ലെവൽ ഈസ് സച്ച് ദാറ്റ് റിസംബിൾസ് ആസ് എ പിരമിഡ്. ഒരു പിരമിഡ് ഷേപ്പിൽ നമ്മുടെ ലോവർ കേസ്, മിഡിൽ കേസ്, ഹയർ കേസ് എന്ന രീതിയിൽ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഹാവിംഗ് റീഡ് ദിസ് ഡിസ്ക്രിപ്ഷൻ എബോ, ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ ടൈപ്പ് ഓഫ് ദ കോർട്ട് ദാറ്റ് കുഡ് എക്സിസ്റ്റ് അറ്റ് ദാറ്റ് ലെവൽ ഈസ് ഫോളോയിങ് ദ ഡയഗ്രാം. നമുക്ക് നോക്കാം. ഫസ്റ്റ് എഫക്ട്സ് ആയിരിക്കും, സെക്കൻഡ് മിഡിലായിരിക്കും, താഴെ എന്തായിരിക്കും? ലോവർ കേസ് ആയിരിക്കും. ജസ്റ്റ് ഒരു പിരമിഡ് ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു പ്രോസ്പെരിറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് നമ്മുടെ കോർട്ടിൻ്റെ ഒരു സ്ട്രക്ചർ അവർ ഡിവൈഡ് ചെയ്ത് തന്നേക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കാം. ആർ ദിസ് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ദ കണക്റ്റഡ് ടു ഈച്ച് അതേഴ്സ്? ഈ ഒരു മൂന്ന് കോർട്ട് ഒരു ലെവലിൽ കണക്റ്റഡ് ആണോ, വൺ ബൈ വൺ കണക്റ്റഡ് ആണോ എന്ന് ചോദിക്കുന്നത്. യെസ്, ഓഫ് കോഴ്സ്. നമുക്ക് ഡിസ്ട്രിക്ട് ലെവലിൽ നിന്ന് നമുക്കൊരു വിധി കേട്ട് നമ്മളൊരു സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ ഹയർ ലെവലിലോട്ട് പോകുന്നല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു എൻക്വയറി ഉണ്ടാകും. എന്തായിരുന്നു ആ ജഡ്ജ് ഇന്നൊരു ഡിസിഷൻ എടുത്തത്, ഇല്ലെങ്കിൽ എന്തായിരുന്നു കേസ്, ആ കേസിൻ്റെ അപ്പീൽ എങ്ങനെയായിരുന്നു. സോ അത് പരിഗണിച്ചുകൊണ്ടായിരിക്കും ഹയർ ലെവലിലോട്ട് പോകുന്നല്ലേ. അപ്പോൾ എന്തായാലും ദേ ആർ കണക്റ്റഡ് ടു ഈച്ച് ആൻഡ് ഈച്ച് അതേഴ്സ്. യെസ്, ദേ ആർ ഇൻ ഇന്ത്യ വി ഹാവ് ടു ഇൻറ്റഗ്രേറ്റ് ജുഡീഷ്യൽ സിസ്റ്റം, മീനിങ് that's the decision made by the higher court or blending of the lower court. ഓക്കെ, ഒരു ലോവർ കോർട്ടിൽ എന്ത് ഡിസിഷൻ നടന്നു എന്നുള്ളത് ഹയർ കോർട്ടുകാർ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. Okay, another way to understand this integration is through the appellate system that exists in India. This means a person can appeal to a higher court if they believe that the judgment passed by the lower court is not just. So നമുക്ക് ഞാൻ നേരത്തെ ഓൾറെഡി മെൻഷൻ ചെയ്ത് തന്നെയാണ് ഇപ്പോഴും വീണ്ടും പറയുന്നത്. നമ്മുടെ ലോവർ കോർട്ടിൽ നമ്മൾ നമ്മുടെ ഒരു വിധിയിൽ, ആ ഒരു ജഡ്ജ്മെൻറ്റിൽ നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ ആ അപ്പീൽ നമ്മൾ വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ് എന്നുള്ളെങ്കിൽ മാത്രമേ നമുക്ക് എവിടെ പോകാൻ വേണ്ടി പറ്റുള്ളൂ? ഹയർ കോർട്ടിലോട്ട് നമുക്കൊരു അപ്പീൽ കൊടുത്ത് ആ ഒരു ജഡ്ജ്മെൻറ്റിലോട്ട് ബിലീവ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് ദ ലീഗൽ സിസ്റ്റം? ലീഗൽ സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു എന്ന് വെച്ചാൽ ഒരു ഡയഗ്രാം ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ. മറ്റേത് സീരിയൽ നമ്പറും, ഫസ്റ്റ് കോളം എന്താണ്? ക്രിമിനൽ ലോ, സെക്കൻഡ് കോളം എന്താണ്? സിവിൽ ലോ. അപ്പോൾ ഫസ്റ്റത്തെ നമുക്ക് നോക്കാം. ക്രിമിനൽ ലോയിൽ ഡീൽസ് വിത്ത് കണക്ട് ഓർ ആക്ട് ദാറ്റ് ലോസ് ഡിഫൈൻ ആസ് ഒഫൻസ്, ഫോർ എക്സാമ്പിൾ ടിപ്സ്, ഹറാസിങ് വിമൻ ടു ബ്രിങ് മോർ ഡൗറി, മർഡർ. ക്രിമിനൽ കേസിൽ ആദ്യം വരുന്ന ആക്ട് എന്താണ്? മോഷണം, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള പരാക്രമങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീധനം കൂടുതൽ ചോദിക്കുക, കൊലപാതകം, ഇതൊക്കെയാണ് നമ്മുടെ ക്രിമിനൽ കേസിൽ ഫസ്റ്റ് വരുന്ന ഒഫൻസ്. ഇനി സിവിൽ കേസിൽ വരുന്നത് നോക്കി, ഫസ്റ്റതാണ് കേട്ടോ. ഡീൽ വിത്ത് എനി ഹാം ഓഫ് ദ ഇഞ്ചുറി ഓഫ് എ റൈറ്റ് ഫോർ ഇൻഡിവിജ്വൽ, ഫോർ എക്സാമ്പിൾ ഡിസ്പ്യൂട്ട് റിലേറ്റിംഗ് ദ സെയിൽസ് ഓഫ് ലാൻഡ്, പർച്ചേസിങ് ഓഫ് എ ഗുഡ്സ്, റെൻറ്റ് മാറ്റേഴ്സ്, ഡിവോഴ്സ് കേസ്, എക്സെട്ര. ആദ്യം വരുന്നത് എന്തായിരിക്കും? ഒരു മനുഷ്യന് വ്യക്തിപരമായിട്ട് ഉണ്ടാക്കുന്ന, മാനസികമായും ശാരീരികമായും ഉണ്ടാക്കുന്ന ഹാംസാണ്, ഇഞ്ചുറീസാണ്.
എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഒരാളുടെ ഭൂമി കൈവശം അധികാരപ്പെടുത്തി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ സ്റ്റോഴ്സ് സംതിങ് എൽസ്, ഇല്ലെങ്കിൽ റെൻറ്റ് മാറ്റേഴ്സ്, വാടക നികുതി പിരിക്കുന്നതും കൂടുതലും കുറവുമില്ല, അയാളുടെ കൈവശമുള്ള സ്വത്തവകാശങ്ങൾ മറ്റൊരു വ്യക്തി അയാളുടെ പെർമിഷൻ കൂടാതെ കൈയേറ്റി വെച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഡിവോഴ്സ് കേസും ആവാം. ഇനി സെക്കൻഡ് നോക്കിക്കേ, ക്രിമിനൽ ലോയിൽ വരുന്നത് ഇറ്റ് യൂഷ്വലി ബിഗിൻസ് വിത്ത് ദ ലോഡിംഗ് ഓഫ് ആൻ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് FIR. ഓക്കെ, FIR with the police who investigate the crime after with the case of filed in the court. ആദ്യം ഒരു FIR, നമുക്കറിയാം ഇതിലും ഒരു FIR നമുക്ക് തയ്യാറാക്കുന്നതായിരിക്കും പോലീസുകാരല്ലേ. സോ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും കോടതിക്ക് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, ഒരു കേസുമായിട്ട് കോടതി മുന്നോട്ട് പോകുന്നത്. അതേ സമയത്ത് അതേ ടൈമിൽ തന്നെ നമ്മുടെ സിവിൽ ലോയിൽ എന്താ വരുന്നത്? എ പെറ്റീഷൻ ഹാസ് ബീൻ ഫിൽഡ് ബിഫോർ ദ റെലവൻറ്റ് കോർട്ട് ബൈ ദ അഫക്റ്റഡ് പാർട്ടി ഓൺലി. ഇൻ എ റെൻറ്റ് മാറ്റർ നൈദർ ദ ലാൻഡ് ലോഡ്സ് ഓർ എ ടെനൻറ്റ്സ് ക്യാൻ ഫയൽ എ കേസ്. ത്രോട്ട് പെയിൻ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, ബാക്ക് ടു ക്ലാസ്. സിവിൽ ലോയിൽ എന്താ വരുന്നത്? ഒരു പെറ്റീഷൻ കേസ് അല്ലേ, അല്ലെങ്കിൽ അഫക്റ്റഡ് ദ പാർട്ടി ഓൺലി, റെൻറ്റ് മാറ്റേഴ്സ് ആയിക്കോട്ടെ, ലാൻഡ് ലോഡ്സിൻ്റെതായാലും അതായിരിക്കും സിവിൽ ലോയിൽ വരുന്നത്. ഇനി നമ്പർ 3 എന്താണ്? ഈ ഫൗണ്ട് ഗിൽറ്റി ദേ അസ്യൂഡ് ക്യാൻ ബി സെൻഡ് ടു എ ജയിൽ ആൾസോ ഫൈൻഡ്. ഗിൽറ്റി എന്താണ്? നാണക്കേട് ഉണ്ടാക്കുന്ന സംതിങ് എൽസ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ, അബ്യൂസ്ഡ് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോടതിയിലോട്ട് നയിക്കുന്നതാണ്. ജയിലിലോട്ട് നയിക്കുന്നതായിരിക്കും. അതിൽ സിവിൽ ലോയിൽ എന്താ വരുന്നത്? ദ ഗോഡ് ഗീവ് എ സ്പെസിഫിക് relief asked for instance in case between landlords and tenants, the court can order to flat by the violator to pending rent to be paid. രണ്ട് ലാൻഡ് തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ടെൻഡൻസിനെ പറ്റുള്ളൊരു എന്താ പറയുക, ഒരു സമാധാനപരമായൊരു അടിസ്ഥാനം, അതിനൊരു ഡിസിഷൻ കോടതി വിധിക്കുന്നതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ കൈയേറ്റി വെച്ചിരിക്കുന്ന മുതലിന് അതിൻ്റെതായ രീതിയിലുള്ള പെയ്ഡ് ഓഫ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ടതാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു അല്ലേ. എന്താണ് വാട്ട് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ദ കോർട്ട് ഇൻ ഇന്ത്യ? ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഞാൻ ഇത് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് പറഞ്ഞു 3 രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് നമ്മുടെ ലോവർ കോർട്ടിൽ നമ്മൾ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഹയർ കോർട്ടിലോട്ട് പോകുന്നത്. ഇതൊരു നമ്മുടെ കോർട്ടിൻ്റെ ഒരു പിരമിഡ് ഷേപ്പാണ്. മൂന്നാമത്തെ പറഞ്ഞു 3 തമ്മിൽ കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് 3 തമ്മിൽ കണക്റ്റഡ് ആണ്. പിന്നെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് ലീഗൽ സിസ്റ്റമാണ് കേട്ടോ. ലീഗൽ സിസ്റ്റത്തിന് എന്താണ്? ഫസ്റ്റ് വൺ ക്രിമിനൽ ലോയും സിവിൽ ലോയും ക്രിമിനൽ ലോയും തമ്മിലുള്ളൊരു ഡിഫറൻഷ്യേറ്റ് ആണ് ഇതിൽ 3ലും കൊടുത്തേക്കുന്നത്. ഓക്കെ ഫൈൻ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ to you find out the more videos. Thank you so much.